السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله أصحابه أجمعين أما بعد. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എന്റെ ഇസ്ലാം സ്വീകരണത്തെ കുറിച്ചുള്ള ഒരു ജീവിതാനുഭവം ഫേസ്ബുക്കിൽ എഴുതൽ തുടങ്ങിയപ്പോൾ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് പേരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്കും ഇത് കേൾക്കുമ്പോൾ ചിരി വന്നേക്കാം. ഒന്നാമത്തെ ആരോപണം, നിങ്ങൾ പകുതി ഹിദായത്തിലായിട്ടുണ്ട്, പകുതി മോശത്തരത്തിലായിട്ടുണ്ട്. കാരണം നിങ്ങൾ വഹാബികളുടെ കൂടെ പെട്ടുപോയി എന്നുള്ളതാണ്. ഞാൻ എന്റെ ജീവിത ചരിത്രം എഴുതുന്നതിൽ പറഞ്ഞിട്ടുണ്ട്, വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണ് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത്. അവിടെ സുന്നിയും മുജാഹിദും തബ്ലീഗൊന്നും ഉണ്ടായിരുന്നില്ല. കള്ളന്മാരും കൊലപാതകികളും പിടിച്ചുപറിക്കാരുടെയും ലോകം, കുറ്റവാളികളുടെ ലോകമാണ്. അവിടെ വെച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഹിദായത്ത് നൽകിയത്. അവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിയത്. അവിടെ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ വായിക്കുന്നത്, പഠിക്കുന്നത്. ഈ ഖുർആൻ ആവട്ടെ കോഴിക്കോട് വലിയ ഖാസിയായിരുന്ന ഷിഹാബുദ്ദീൻ ഇമ്പിച്ച് കോയ തങ്ങൾ പരിഭാഷപ്പെടുത്തിയതാണ്. അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് വഴിയെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എന്നിരുന്നാലും ഷഹാദത്ത് കലിമ ചൊല്ലി മാഷാ അല്ലാഹ് ജയിലിൽ താമസിക്കുന്ന സമയത്ത് റമദാൻ മാസം വരുമ്പോൾ വലിയ പ്രയാസമാണ്. ജയിലിലുള്ള നോമ്പ് നോൽക്കൽ എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പോ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി ഷഹാദത്ത് കലിമ ചൊല്ലിയതും അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാനൊക്കെ വലിയ അനുഗ്രഹങ്ങൾ നൽകി. സൂറത്ത് യാസീൻ അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ തൗഫീഖോട് കൂടി ഞാൻ പഠിച്ചിരുന്നു. ഒരു റമദാൻ മാസത്തില് 2016 വർഷത്തിലാണ് ഇൻഷാ അല്ലാഹ്. ആ റമദാൻ മാസത്തില് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു റമദാൻ ആവുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും ജയിൽ മോചിതനായി ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക്, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകണം. അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ഒരുപാട് നേരം സങ്കടങ്ങൾ പറയണം, അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ഇബാദത്ത് ചെയ്യണം, ഖുർആൻ ഓതണം. ഈ ആഗ്രഹമൊക്കെ ആയി ഒരു ദിവസം രാത്രി കിടന്നുറങ്ങാൻ തയ്യാറായി, കിടന്നുറങ്ങുകയും ചെയ്തു. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ ഒരു സ്വപ്നം എനിക്ക് കാണുന്നത്. ഞാൻ ജയിൽ മോചിതനായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, മഗ്രിബ് നമസ്കാരത്തിന് നോമ്പെല്ലാം തുറന്ന് ഒരു പള്ളിയിലേക്ക് യാത്രയായി. ഏതാ പള്ളി എന്നൊന്നും എനിക്കറിയില്ല, സ്വപ്നമാണ് കേട്ടോ, ഞാൻ ഔലിയൊന്നുമല്ല, ഇനി അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സ്വപ്നം കണ്ടതാണ്. അങ്ങനെ ആ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പൊ വഴിയിൽ വെച്ച് വയോവൃദ്ധനായ ഒരാളെ കാണാണ്. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഈമാനിന്റെ തേജസ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരുടെ മകനാണ്, നിങ്ങൾ എവിടുന്ന് വരുന്നു? അപ്പൊ ഞാൻ എന്റെ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം എന്നോട് ചോദിച്ചു, താങ്കൾ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ തൗഫീഖോട് കൂടി സൂറത്ത് യാസീൻ എനിക്ക് ഓതാൻ അറിയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാൽ നിങ്ങൾ എനിക്കതൊന്ന് ഓതി കേൾപ്പിക്കണം. ഞങ്ങൾ രണ്ടുപേരും പള്ളിയിൽ പോയിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഞാൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്തു. യാ ഹസ്റതൻ അലൽ ഇബാദ് മാ യഅതീഹിം മിൻ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിയൂൻ എന്ന ആയത്ത് ഓതിയതും അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് തിരിച്ചോതാൻ വേണ്ടി. ഞാൻ വീണ്ടും ഓതി കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഓതുന്നതിൽ തെറ്റുണ്ട്, നിങ്ങൾ ഓതുന്നത് തെറ്റായിട്ടാണ്. എന്താണത്? യാ ഹസ്റതൻ അലൽ ഇബാദി മാ യഅതീഹിം മിൻ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിയൂൻ എന്നാണ് ഞാൻ ഓതിയിരുന്നത്. യസ്തഹ്സിയൂൻ അല്ല, യസ്തഹ്സിയൂൻ എന്നാണ് നിങ്ങൾ ഓതേണ്ടതെന്ന് പറയലും ആ ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടിയുണർന്ന് ചുറ്റുമൊക്കെ നോക്കിയപ്പോൾ ആ ഇരുമ്പിന്റെ കൂട്ടിലാണെന്ന് അറിഞ്ഞപ്പോൾ സത്യത്തിൽ വിഷമായി കേട്ടോ. കാരണം പുറത്തു പോയതിന്റെ സന്തോഷത്തിലായിരുന്നു. എങ്കിലും ഞെട്ടലിൽ നിന്ന് മാറുന്നതിന് മുമ്പ് തന്നെ തലക്കും പാത്ത് വെച്ചിരുന്ന ഖുർആന്റെ തഫ്സീർ എടുത്ത് ഞാൻ നോക്കി, എന്താണ് ഞാൻ ഓതുന്നത്. ഞാൻ അപ്പൊ ഓതി നോക്കുമ്പോഴും യസ്തഹ്സിയൂൻ തന്നെ ഞാൻ ഓതിയിരുന്നത്. വേഗം സൂറത്ത് യാസീൻ എടുത്ത് മറിച്ചു നോക്കുമ്പോൾ ആ സ്വപ്നത്തിൽ എന്നെ തിരുത്തി തന്ന കാര്യം ശരിയായിരുന്നു. യസ്തഹ്സിയൂൻ എന്ന് തന്നെയാണ് ഓതേണ്ടത്. ഞാൻ അത്ഭുതത്തോടു കൂടി അതിന്റെ അർത്ഥം നോക്കിയപ്പോൾ അല്ലാഹ് പറയാണ്, യാ ഹസ്റതൻ അലൽ ഇബാദി മാ യഅതീഹിം മിൻ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിയൂൻ. ആ ജനങ്ങളുടെ കാര്യം വലിയ കഷ്ടം തന്നെയാണ്. ഏതൊരു താക്കീതുകാരൻ അവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും അവരവരെ കളിയാക്കാതിരുന്നിട്ടില്ല. ഞാൻ സത്യത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ വിഷമത്തിൽ അല്ലെങ്കിൽ ഈ വിമർശനത്തിലൊക്കെ ഞാൻ ആലോചിക്കാറുള്ളത് ആയത്തിനെ കുറിച്ചിട്ടാണ്. കാരണം ഞാൻ അൽഹംദുലില്ലാഹ് എന്നിലേക്കോ എനിക്കൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിലേക്കൊന്നും ജനങ്ങളെ ക്ഷണിക്കാറില്ല. അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കാറുള്ളത്. ആ മാർഗത്തെക്കുറിച്ച് ഇപ്പൊ അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പഴച്ച മാർഗത്തിലാണെന്നൊക്കെയാണ് പറയുന്നത്. ആ മാർഗത്തിലേക്ക് ജനങ്ങളെ കുറിച്ച്
ക്ഷണിക്കാറുണ്ട്. അൽഹംദുലില്ലാ. മാർഗത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ അനാം സൂറത്തിൽ 153 ആയത്തിൽ പറയുകയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിയു വലാ തത്തബിയു സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അല്ലാഹ് പറയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിയു, ഇതാണ് എന്റെ പക്കൽ നിന്നുള്ള നേരായ പാത, അത് നിങ്ങൾ പിൻപറ്റിക്കോളി. അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള നേരായ മാർഗം ഏതാണ്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെയും പ്രവാചകന്റെയും പാതയാണ്, അത് നിങ്ങൾ പിൻപറ്റിക്കോളി. എന്നിട്ട് അള്ളാഹ് പറയാണ്, വലാ തത്തബിയു സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി, നിങ്ങൾ മറ്റു മാർഗങ്ങളൊന്നും സ്വീകരിക്കണ്ട, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയും. അള്ളാഹുമായിട്ട് അടുപ്പമുണ്ടാക്കാൻ, അള്ളാഹുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ വേണ്ടി അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിക്കാത്ത മാർഗങ്ങളൊന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. എന്നിട്ട് അള്ളാഹ് പറയുന്നതോ, ദാലികും വസാകും ബിഹി ലഅലകും തത്തഖൂൻ, ഇത് നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കുള്ളൊരു ഉപദേശമാണ് എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞ ഒരാളോട് ഞാൻ നേരിട്ട് ഫോണിൽ സംസാരിച്ചു, എന്താണ് നിങ്ങളുടെ വിഷയം? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ സമസ്തയുടെ ഉലമാക്കളിൽ നിന്നും ദീന് പഠിക്കണം, നിങ്ങൾ പോകുന്ന റൂട്ട് ശരിയല്ല എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളോട് പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളുടെ താവലാദികൾ ബോധിപ്പിക്കാറുണ്ടോ? അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, അതിനെന്താണ് തെറ്റ്? ഞാൻ പറഞ്ഞു, ഖുർആനിലെ എത്രയോ വചനങ്ങൾ അത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറാണ്, നിങ്ങളിത് നിർത്താൻ തയ്യാറാവോ? അപ്പോഴും അദ്ദേഹം എന്നോട് തർക്കിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല, ഞാൻ ശരിയായ പാതയിൽ തന്നെയാണ്. എന്നോട് പറഞ്ഞു, കൊൽ നബിയെ, താങ്കൾ പറഞ്ഞു കൊടുക്കി, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തി മുസ്തഖീം, എന്റെ രക്ഷിതാവ് നിശ്ചയമായിട്ടും എന്നെ നേരായ പാതയിലേക്ക് നയിച്ചിട്ടുണ്ട്. ദീനൻ ഖിയമൻ മില്ലത്ത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ, വക്രതയില്ലാത്ത ഋജുബാനസനായ ഇബ്രാഹിം അസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിലേക്ക്, വക്രതയില്ലാത്ത ദീനുൽ ഇസ്ലാമിലേക്ക്. ഇന്ന സ്വലാത്തി വനസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് എന്റെ ജീവിതവും മരണവും എന്റെ സൽക്കർമ്മങ്ങളും എല്ലാം ഉള്ളത്. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹുവിനൊരു പങ്കാളിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ അനുസരിക്കുന്നതിൽ ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ഒന്നാമനാണെന്നുള്ളത്. ഒരു സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പേറുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കാലാകാലത്ത് ആഖിറ നഷ്ടപ്പെട്ടു പോകുന്ന വലിയ തെറ്റാണ് മരണപ്പെട്ടു പോയ ആളുകളെടുത്ത് അള്ളാഹുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ വേണ്ടി അവിടെ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത്. വിമർശിക്കുന്നവർ എന്ത് വേണമെങ്കിലും വിമർശിച്ചുകൊള്ളൂ, പക്ഷെ സത്യം വിളിച്ചു പറയുക എന്നുള്ളത്. അള്ളാഹ് എന്നെ ദീനിന് വേണ്ടി തെരഞ്ഞെടുത്തത് ദീനിന് വേണ്ടി സംസാരിക്കാനാണ്. ഞാൻ അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിച്ചതിന് വിരുദ്ധമാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തി തരണം. പരിശുദ്ധമായ ഖുർആനിൽ ഒരു വചനം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് തന്നെയാണ് മുസ്ലിമിന്റെ ഒന്നാമത്തെ ഫത്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുകയാണ്. യാത്രയാവാൻ നേരത്ത് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, മുആദ്, താങ്കൾ എന്ത് വെച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് ഫത്വ കൊടുക്കുക? അദ്ദേഹം പറഞ്ഞ മറുപടി, അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് ഞാൻ ജനങ്ങൾക്ക് ഫത്വ കൊടുക്കുന്നുള്ളതാണ്. അതിൽ കണ്ടെത്താൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അത് പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും ഞാൻ ജനങ്ങൾക്ക് ഫത്വ കൊടുക്കുന്നുള്ളതാണ്. അതിലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ അപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം ആരായും എന്നുള്ളതാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും എന്റെ അള്ളാഹുവിന്റെ റസൂലിന് തൃപ്തിയായതിലേക്ക് മുആദിന്റെ ഹൃദയത്തെ നയിച്ച അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനുൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആനിന്റെ വചനങ്ങളാണ്. രണ്ടാമത്തെ കാര്യം അൽഹംദുലില്ലാഹ് പ്രവാചകന്റെ വചനങ്ങളെ തള്ളിക്കളയണം എന്നുള്ളതല്ല. അതിലപ്പുറത്തേക്ക് നമുക്കൊരു സംശയമുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ പ്രവാചകൻ എന്താണ് ആ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാനിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ചിട്ടും റസൂലിനെ കുറിച്ചിട്ടും പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടങ്ങാൻ തയ്യാറായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാലാകാലത്ത് ആഖിറം ജീവിതം നമ്മൾ നഷ്ടക്കാരായി പോകുമെന്ന് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങളെ ഉണർത്തുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുവാനും നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വേറൊരു വിഷയവുമായി ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അടുത്ത ദിവസം വരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഈ വിനീതന്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. എന്റെ മാതാപിതാക്കൾക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി